അതിക്രമങ്ങളാലും പാപത്താലും നിറഞ്ഞ ലോകത്തോട് ദൈവം ഇന്നും സംസാരിച്ചുകൊണ്ട് ഇരിക്കുന്നു. ദൈവശബ്ദം കേട്ട് അനുസരിക്കുന്നവർ മാനസാന്തരപ്പെട്ട് ദൈവിക പാതയിൽ വന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു. എന്നാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം ഒരു പട്ടണത്തോട് സംസാരിച്ച സന്ദേശം യോനായുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ദുഷ്പ്രവർത്തികളാൽ നിറഞ്ഞ് പാപത്തിൽ ജീവിച്ച നിനവയിലെ ജനങ്ങളോട് പോയി പ്രസംഗിക്കുവാൻ ദൈവം യോനയോട് കൽപ്പിച്ചു. എന്നാൽ ദൈവകൽപ്പന ലംഘിച്ച് യോന തർസീസിലേക്ക് ഓടിപ്പോയി. ദൈവം യോനയെ ചില പാഠങ്ങൾ പഠിപ്പിച്ച് നിനവയിൽ എത്തിച്ചു. നിനവയോട് ദൈവത്തിൻ്റെ അരുളപ്പാട് അറിയിച്ചു. രാജാവും ജനങ്ങളും അനുദപിച്ചു. യോനയുടെയും നിനവയുടെയും ചരിത്രം ഈ തലമുറയ്ക്ക് ഒരു മുന്നറിയിപ്പാണ്. യോനയുടെ പുസ്തകം 3-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞുവെന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ച് അത് വരുത്തിയതുമില്ല. ലാറ്റിൻ അമേരിക്കയിലെ ഒരു ചെറിയ പട്ടണത്തിലുണ്ടായ ഉണർവിൻ്റെ വിവരണം ഇങ്ങനെയാണ്: യോഗസ്ഥലത്ത് വെച്ച് ആളുകൾ പാപബോധത്താൽ കരയുവാൻ തുടങ്ങി. ജനങ്ങൾ അനുതാപമുള്ളവരായപ്പോൾ അവരുടെ അസൂയയുടെയും പകയുടെയും പഴയ കഥകൾ മറന്ന് അന്യോന്യം കെട്ടിപ്പിടിച്ച് കരഞ്ഞ് മാപ്പ് പറയാൻ തുടങ്ങി. പ്രസംഗം ഒന്നും പറയുവാൻ കഴിയാത്ത നിലയിൽ ആളുകളുടെ കരച്ചിൽ അത്യുച്ചത്തിലായി. ഒടുവിൽ പ്രസംഗകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: കർത്താവേ, നിന്റെ ഈ ജനങ്ങളുടെ കരച്ചിലും പ്രാർത്ഥനയും അനുതാപവും ഇവിടം കൊണ്ട് അവസാനിക്കുവാൻ ഇടയാക്കരുത്. അങ്ങയുടെ ആത്മാവ് തുടങ്ങിവെച്ച ഈ പ്രവൃത്തി തുടക്കം മാത്രമാണെന്നും വൃക്ഷത്തിൻ്റെ ഇലച്ചിലകൾ മാത്രമേ മുറിച്ച് മാറ്റപ്പെട്ടുള്ളൂ എന്നും വേരുകൾ ഏറെ ആഴത്തിലാണെന്നും അവരെ ബോധ്യപ്പെടുത്തണമേ. ഞങ്ങളുടെ പാവപ്രകൃതത്തിൻ്റെ ആഴത്തിലുള്ള വേരുകളാകെ ഉഴുത് മറിക്കപ്പെടുന്നവരെ അങ്ങയുടെ ആത്മാവിൻ്റെ നവീകരണ പ്രവൃത്തി അവിടുന്ന് തുടർന്നുകൊണ്ടിരിക്കണമേ. ആത്മാവിൻ്റെ നവീകരണ പ്രവൃത്തി അനുതാപത്തിലും കരച്ചിലും അലിഞ്ഞ് തീരരുത്. ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും നവീകരണം ഇറങ്ങിച്ചെല്ലണം. നിനവേക്കാലും ദൈവം അത് കണ്ടു. അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞ് ദൈവയുടെ പ്രവൃത്തികളാൽ അവരെ സന്ദർശിക്കുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്ത അനർത്ഥത്തെക്കുറിച്ച് അനുദപിച്ചു. നിനവേക്കാരുടെ അനുതാപവും ഉറച്ച നിലവിളിയും ഉപവാസവും ചാക്കുടുപ്പും ചാഴത്തിലിരിപ്പും ഒന്നുമല്ല ദൈവത്തിൻ്റെ മനസ്സിനെ മൃദുലമാക്കിയതെന്ന് ഓർക്കുക. അവരുടെ അനുതാപത്തിൻ്റെ ആത്മാർത്ഥത അറിയുവാൻ ദൈവം കാത്തിരുന്നു. അവരുടെ അനുദിന ജീവിതത്തിൽ അവരുടെ അനുതാപം വെളിപ്പെട്ടപ്പോൾ അവരത് പ്രവൃത്തികളാൽ തെളിയിച്ചപ്പോൾ മാത്രമാണ് ദൈവം മൃദുലചിത്തനായത്. കരച്ചിലല്ല, പ്രവൃത്തികളിലെ നവീകരണമാണ് സർവശക്തനായ ദൈവത്തിൻ്റെ തീരുമാനത്തെ മാറ്റുന്നതെന്ന് ഓർക്കുക. ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ട് അനുദപിച്ച് ചാക്കൊടുത്ത് ചാഴത്തിലിരിക്കുന്ന ഒരു രാജാവ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എന്നാൽ നിനവേക്കാരിൽ അത് ഉണ്ടായി. വിഗ്രഹാരാധികളായ അനേകര്, മന്ത്രവാദികളായ ആഫ്രിക്കക്കാർ തുടങ്ങിയവരുടെയൊക്കെ ഇടയിൽ ദൈവനം ക്രിയ ചെയ്യുമ്പോൾ അവർക്ക് ആഴമുള്ള പാവവും ബോധവും അനുതാപവും ഉണ്ടായി അവർ മാനസാന്തരപ്പെടുന്നു. ദൈവജനമെന്ന് ലേബലൊട്ടിച്ച മലയാളികളായ വിശ്വാസികളിൽ പലപ്പോഴും ഇത് കാണുവാൻ കഴിയുന്നില്ല. ദൈവത്തോടും സഹോദരങ്ങളോടും വഞ്ചനയും കാപട്യവും കാണിച്ചിട്ട് പുൾപിറ്റിൽ നിന്ന് വിശ്വസ്ത പ്രസംഗിക്കുന്നവർക്ക് എന്ത് സന്ദേശമാണ് ഈ ലോകത്തോട് കൊടുക്കുവാനുള്ളത്? ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ദൈവം പോലും ദുഃഖിക്കുന്നു. അനുതാപം കരച്ചിൽ കൊണ്ട് മാത്രം അവസാനിക്കേണ്ടതല്ല എന്ന് നിനവയിലെ രാജാവ് മനസ്സിലാക്കി. അതുകൊണ്ട് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ ഓരോരുത്തൻ തൻ ദുർമാർഗവും കൂടപ്പിറപ്പായ അക്രമവും വിട്ടുമാറണമെന്ന് ദൈവം ആഗ്രഹിച്ചു. ജനങ്ങളത് അതിന് ഒരു മാനസാന്തരം അനിവാര്യമാണ്. പ്രാർത്ഥനാലയങ്ങൾ സാത്താൻ്റെ ഇരിപ്പിടങ്ങളാക്കി തീർക്കുന്നവർ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി വിശ്വാസത്യങ്ങൾ ബലി കഴിക്കുമ്പോൾ നിങ്ങൾ എന്ത് സന്ദേശമാണ് ഈ ലോകത്തിന് കൊടുക്കുന്നതെന്ന് ചിന്തിക്കുക.